കാളിമുത്തു കടുവ സെൻസസിനിടെ കാട്ടാനാക്രമണത്തിൽ മരിക്കുകയായിരുന്നു. പാലക്കാട് അട്ടപ്പാടിയിലാണ് ആ സംഭവം ഇന്നലെ ഉണ്ടായത്. 2 ദിവസത്തിനകം കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന് വനംവകുപ്പ് സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. 5 ലക്ഷം രൂപ ആദ്യം നൽകും. കാട്ടാനയുടെ ആക്രമണത്തിൽ കാളിമുത്തുവിന്റെ നട്ടെല്ലും വാരിയെല്ലുകളും തകർന്നുവെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വ്യക്തമാക്കുന്നുണ്ട്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി. ഗോകുൽ, വിശദാംശങ്ങൾ. അനുജ, ഇന്നലെ രാവിലെയാണ് പുതൂർ മേഖലയിലെ മുള്ളി ഫോറസ്റ്റിനോട് ചേർന്നുള്ള 12ാം ബ്ലോക്കിൽ ഈ കാളിമുത്തു ഉൾപ്പെടെയുള്ള 3 സംഘം കടുവ സെൻസസിന് വേണ്ടി പോകുന്നത്. ആ ഘട്ടത്തിലായിരുന്നു ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുകയും കാളിമുത്തുവിന് മാരകമായ പരിക്കേൽക്ക് മരണപ്പെടുകയും ചെയ്യുന്നത്. RRT സംഘം നടത്തിയ പരിശോധനയിലായിരുന്നു മുള്ളി വനത്തിലെ 12ാം ബ്ലോക്കിന് സമീപത്ത് നിന്ന് കാളിമുത്തുവിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്ന ഘട്ടത്തിലാണ് മാരകമായ പരിക്ക്, നട്ടൽ ഉൾപ്പെടെ തകർന്ന അവസ്ഥയിലാണ് കാളിമുത്തുവിനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ആന്തരിക അവയവങ്ങൾക്കൊക്കെ ക്ഷതമേറ്റിട്ടുണ്ട്. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഈ കാളിമുത്തുവിന്റെ കുടുംബത്തിലുള്ള നഷ്ടപരിഹാര തുക കൈമാറുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വനംവകുപ്പ് അറിയിക്കുകയാണ്. 2 ദിവസത്തിനകം, നാളെയോ മറ്റന്നാളോ, കാളിമുത്തുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാര തുകയുടെ ആദ്യ ഗഡു, അത് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ കൈമാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് മറ്റ് ഡോക്യുമെന്റുകളുടെ പരിശോധനകൾക്ക് ശേഷമായിരിക്കും 2ാം ഗഡു വിതരണം ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുക. ഈ കാളിമുത്തു വനംവകുപ്പിലെ സ്ഥിരം ജീവനക്കാരനായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ മകൻ അനിൽകുമാറിന് ജോലി ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കാളിമുത്തുവിന്റെ മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകിയിട്ടുണ്ട്. വൈകുന്നേരത്തോടുകൂടി സംസ്കാരം നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.